വിഷ്ണു ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് കണ്ട അമ്മ സതി തെളിവെടുപ്പിന് ബൈജുവിനെ എത്തിച്ചപ്പോൾ അലമുറയിട്ട് കരഞ്ഞു. വെട്ടേറ്റ് വൈഷ്ണയും വിഷ്ണുവും കിടന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി അവർ നിലവിളിച്ചു. ബന്ധുക്കളിൽ ചിലർ സതിയെ താങ്ങി നിർത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിനെത്തിയത്. എരുത്താപ്പുഴയിൽ വിഷ്ണുവും വൈഷ്ണയും ആക്രമിക്കപ്പെട്ട വീട്ടിലും പരിസരത്തുമായിരുന്നു തെളിവെടുപ്പ്. വീട്ടുമുറ്റത്ത് അടുക്കിയിരുന്ന വിറകുകൾക്കിടയിൽ നിന്നും പ്രതി ബൈജുവാണ് വാക്കത്തി കണ്ടെടുത്ത് പോലീസിന് കൈമാറിയത്. ശാസ്ത്രീയ പരിശോധനാ വിഭാഗം ആയുധത്തിൽ നിന്നും കൊല്ലപ്പെട്ടവരുടെ മുടിയിഴകളും രക്തസാമ്പിളുകളും ശേഖരിച്ചു. ഇവ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കും. ആയുധം കണ്ടെടുത്ത് കൈമാറിയ പ്രതി പിന്നീട് അക്രമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പോലീസിനോട് വിവരിച്ചു. വെട്ടേറ്റ് വൈഷ്ണയും വിഷ്ണുവും കിടന്ന സ്ഥലവും കാട്ടിക്കൊടുത്തു. വൈഷ്ണയുടെ പിതാവ് ബിജുവും നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം മൗനമായി നടപടിക്രമങ്ങൾ നോക്കി നിന്നു. രാവിലെ 9:45-നെത്തിയ സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കി 10:15 മടങ്ങി. അതേസമയം തെളിവെടുപ്പ് നടന്ന ഇടത്തുനിന്നും 200 മീറ്റർ അകലെയുള്ള വീട്ടിൽ ബൈജുവിന്റെ മക്കൾ ഇരുവരും ബന്ധുക്കളും ഉണ്ടായിരുന്നു. തെളിവെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയാക്കിയതോടെ ബൈജുവിനെ പോലീസ് വാഹനത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. കുറ്റബോധത്താൽ തലകുനിച്ചിരിക്കുകയായിരുന്നു അയാൾ. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു പാടം എരുത്താപ്പുഴയിലെ ഇരട്ട കൊലപാതകം. അവിഹിത ബന്ധം സംശയിച്ച് ബൈജു ഭാര്യ വൈഷ്ണയെയും അയൽപ്പക്കത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സുഹൃത്ത് വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഭവസ്ഥലത്തു നിന്നും അന്ന് രാത്രി തന്നെ ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.